ഹലോ ഫ്രണ്ട്സ്, മീ അപ്ഡേറ്റ് ചാനലിലേക്ക് സ്വാഗതം. സൂപ്പർമാൻ എന്ന പടത്തിൻ്റെ ഭാഗത്ത് ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സെറ്റ് വന്നിട്ടുണ്ട്. നിക്കോളാസ് ഹോൾട്ടിൻ്റെ പേര് ലെക്സ് ലൂത്തർ എന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മറിയ ഗബ്രിയേല ഡെ ഫറിയ എന്ന ആളുടെ പേര് ദ എഞ്ചിനീയർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാറ സംബേറിന്റെ പേര് ടെസ്റ്റ് മാച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആന്റണി കരിഗന്റെ പേര് മെറ്റമോർഫോ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രാങ്ക് ഗ്രില്ലാന്റെ പേര് റിക് ഫ്ലാഗ് SR എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏതാ പടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ജൂൺ 6 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നരിവേട്ടം എന്ന് പറഞ്ഞിടത്തിലത്തെ കാറ്റിന് മേയ എന്നിട്ടുള്ള വീഡിയോസും പുറത്തിറക്കി. പിന്നെ മാരീസ് എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. വടിവേലും ഇപ്പോൾ ദിവസത്തിലാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. പിന്നെ ചോട്ടാമ്പൈ എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ജൂൺ 6 എന്നുവെച്ചാൽ റീ-റിലീസ് ആയിരുന്നത്. അപ്പോൾ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 വരാൻ പോകാണ്. അപ്പോൾ അതിന്റെ ട്രെയിലറൊക്കെ ഒന്നാണ്. എന്തായാലും ഇതിലത്തെ ഇന്ദ്രൻസിന്റെ പേര് CPO അമ്പിളി രാജു എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ പറന്ന് വന്ന് പറഞ്ഞിടത്തിന് ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിന്റെ അടുത്ത റിലീസിന് എത്താൻ പോകണം അവിടെ. അവിടത്തിന്റെ IMAX പോസ്റ്റർ കണ്ടിട്ടുണ്ട്. സംഭവം ഇപ്പോൾ കുറേ പോസ്റ്റേഴ്സ് ഒന്നും ഇട്ടിട്ടുണ്ട്, കാരണം ഇതിന്റെ ബുക്കിംഗ് ഒക്കെ അവിടെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തഗ്ലീഫ് എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് നാളെ എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, മലയാളം പോസ്റ്ററാണ്. പിന്നെ ഫ്രം ടുമാറോ റിലീസിംഗ് വേൾഡ് വൈഡ് എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും വന്ന പോസ്റ്ററാണ്, എന്നാണ് പാട്ട് റിലീസ് ചെയ്തിരിക്കും. പിന്നെ കുബേര എന്ന് പറഞ്ഞിടത്തിലത്തെ രണ്ടാമത്തെ പാട്ട് പുറത്തായിരുന്നു, കഥ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അതിപ്പോൾ ഈ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ ലഭ്യമായിട്ടുണ്ട് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 10 എന്നുള്ളത് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുന്നത് മാത്രം. പിന്നെ മേഘാലു ചെപ്പിന പ്രേമകഥ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീസർ വന്നിരുന്നു, അത് 3 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ജൂൺ 6 എന്ന് വെച്ചാൽ നാളെ പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ രവിതേജയുടെ 76ാമത്തെ പടത്തിന്റെ ഒരു അപ്ഡേറ്റ്, ചിലപ്പോൾ ഫസ്റ്റ് ലുക്ക് ആയിരിക്കും, ചിലപ്പോൾ ടൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ വല്ലത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തായാലും അത് ഇന്ന് 9/2 രാവിലെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സണ്ണി ലിയോണിന്റെ പടത്തിന്റെ റിലീസ് OTT റിലീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 5 ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഹിന്ദി തെലുങ്ക് എന്ന് പറഞ്ഞാൽ 2 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 5 എന്ന് വെച്ചാൽ ഇന്ന് സോണി ലെവലിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ടാവും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷകളിലൊക്കെ. പിന്നെ ബെൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വരുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ടിൻ ഫിഷ് വാൾട്ടർ എന്നുള്ള രീതിയിലാണ് ഒരു സംഭവം വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇതിലത്തെ വില്ലന്റെ ക്യാരക്ടർ അറിയിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നെയിം പോലെ ആവുന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിലത്തെ ക്യാരക്ടർ നെയിം വാൾട്ടർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഒരു പ്രത്യേകതരം ലുക്കാണ്, പല്ലൊക്കെ ഗോൾഡായിട്ട്. ഇതിലൊരു ഡബിൾ റോളും ആയിട്ടുള്ള സംഭവമാണ് കാണിച്ചിട്ടുള്ളത്. പടത്തിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള അറിയത്തില്ല. ഇനിയിപ്പോൾ പടത്തിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിൽ മ്യൂസിക് ഒക്കെ കൊള്ളാം, അതേമാതിരി കാര്യങ്ങളും കൊള്ളാം. വാൾട്ടർ എന്നാണ് എന്തായാലും ആളുടെ ക്യാരക്ടർ നെയിം കൊടുത്തിട്ടുള്ളത്. പിന്നെ വെൽക്കം ന്യൂ പോളി ടു ലോഗസ് യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബസൂക്ക എന്ന് പറഞ്ഞാൽ OTT റിലീസ് ആകുമ്പോൾ ZEE5 ആയിരിക്കും എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന് പറഞ്ഞതിന് പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതേമാതിരി സോങ് റെക്കോർഡിങ്ങിന്റെ ഒക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും അറിയത്തില്ല എപ്പോൾ വരും, എങ്ങനെ തുടങ്ങുന്നുള്ളതൊന്നും. പിന്നെ ജിത്തുമാധവൻ അടുത്തായിട്ട് സൂര്യനെ വെച്ചിട്ട് ഒരു പടം എടുക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതും എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒന്നാമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അമൽനീരത് അടുത്തായിട്ട് മോഹൻലാലിനെ വെച്ചിട്ട് തന്നെ ആയിരിക്കും പടം എടുക്കുക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അമൽനീരത് ഓൾറെഡി മമ്മൂട്ടിനായിട്ട് അല്ലെങ്കിൽ ദുൽഖറിനായിട്ടൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു, പക്ഷെ അവരൊക്കെ ഓൾറെഡി ഒരു പടത്തിൽ ഇപ്പോൾ കൺഫേം ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ആവുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലത്തെ അപ്ഡേറ്റ്സ് ഇങ്ങോട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ഡബിളിലേക്കും ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.